പഴയ കാലമൊക്കെ കഴിഞ്ഞു. ഭരണം മാറിയത് ചിലരൊക്കെ ഇനിയും ഓർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് UDF മുന്നണിയാണ്. VD സതീശനാണ് മുഖ്യമന്ത്രി. തന്റെ ഭരണത്തിന് കീഴിൽ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കിയാൽ അത് ആരായാലും വെച്ചു പുറപ്പിക്കില്ലെന്ന് കോടതി മുറിക്കുള്ളിൽ വമ്പൻ നീക്കം നടത്തിക്കൊണ്ട് തന്റെ മുഖ്യമന്ത്രി പവർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് VD സതീശൻ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അതീവ ഗുരുതരമായ കേസിൽ പ്രതിക്ക് അനുകൂലമായി കോടതിയിൽ നിലപാടെടുത്ത തിരുവനന്തപുരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T. ഗീനാകുമാരിയെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് പദവിയിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയിരിക്കുകയാണ്. പോലീസിനെയും സർക്കാരിനെയും പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കി പ്രതിക്ക് ജാമ്യം ഒപ്പിച്ചു കൊടുത്തു എന്ന കടുത്ത കണ്ടെത്തലിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ അടിയന്തര ആക്ഷൻ. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. കേസിലെ 9ാം പ്രതിയും DYFI പ്രവർത്തകരുമായ ഹരീഷ് കുമാറിന് കോടതിയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിച്ചതാണ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ചോടിപ്പിച്ചത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയ കേസിൽ പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് കാണിച്ച് 13 വ്യക്തമായ കാരണങ്ങൾ നിരത്തിയാണ് സിറ്റി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ കോടതിയിൽ വാദം നടന്നപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പോലീസിന്റെ ഈ റിപ്പോർട്ടിന് തികച്ചും വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവർ കോടതിയെ അറിയിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന്റെ ഈ ദുർബലമായ നിലപാട് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് അങ്ങേയറ്റം എളുപ്പമാക്കി മാറ്റി. മുൻപ് SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും CPM സഹയാത്രികയും ഒക്കെ ഇരുന്ന ഗീനാകുമാരി പോലീസിനെ പൂർണ്ണമായും നിസ്സഹായരാക്കി പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ നിലപാടെടുത്തതിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സർക്കാരിന് ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകി. പ്രതികൾക്ക് പ്രോസിക്യൂട്ടർ തന്നെ തുണയായി എന്നത് ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തരമായി ഇടപെട്ടതും ഗീനാകുമാരിയുടെ കസേര തെറിപ്പിച്ചതും. എന്നാൽ ഗീനാകുമാരിയെ മാറ്റിയതുകൊണ്ട് മാത്രം ഈ വിവാദം അവസാനിക്കുന്നില്ല. പ്രതിക്ക് ലഭിച്ച ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ അപ്പീലിൽ പോലീസിനെ ചതിച്ച മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ കൂടി എതിർകക്ഷിയാക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് സൂചനകൾ. അതേസമയം താൻ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും കാണിച്ച് ഗീനാകുമാരി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഗീനാകുമാരിയെ തെറിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കേസിൽ പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വലിയ പരിചയ സമ്പത്തുള്ള മറ്റൊരു കരുത്തിനെ മുഖ്യമന്ത്രി കളത്തിലിറക്കിയിട്ടുണ്ട്. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസ്, ചെറിയതുറ വെടിവെപ്പ് കേസ് തുടങ്ങിയ പ്രമുഖ കേസുകളിൽ സർക്കാരിന് വേണ്ടി ശക്തമായി വാദിച്ച മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A. സന്തോഷ് കുമാറിനെയാണ് പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കാനിരിക്കെ ഇനിയൊരു വീഴ്ചയും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന കർശന നിർദ്ദേശത്തോടെയാണ് സന്തോഷ് കുമാറിന്റെ ഈ അടിയന്തര നിയമനം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത നിയമ പോരാട്ടത്തിലാണ് പുതിയ പ്രോസിക്യൂട്ടറിലൂടെ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്.